വെൽക്കം ടു വൈൽഡ് മാലോ. 2024 PSC നടത്തിയിട്ടുള്ള പരീക്ഷകളിൽ നിന്ന് 5 ചോദ്യപേപ്പറിലെ 50ഓളം മലയാളം ചോദ്യങ്ങളാണ് ഈ വീഡിയോ. ലെറ്റ്സ് സ്റ്റാർട്ട്. പിരിച്ചെഴുതുക വെൺതിങ്കൾ. ഓപ്ഷൻ സി ആണ് ഉത്തരം വെൾ പ്ലസ് തിങ്കൾ. ആദേശസന്ധിക്ക് ഉദാഹരണം. ഓപ്ഷൻ എ ആണ് ഉത്തരം വിണ്ടലം. സദ്ദിതത്തിന് ഉദാഹരണം. ഓപ്ഷൻ ഡി ആണ് ഉത്തരം വെണ്മ. വിപരീത പദം എഴുതുക അഗ്രജൻ. ഓപ്ഷൻ ബി ആണ് ഉത്തരം അവരജൻ. ജലത്തിന്റെ പര്യായ പദമല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം നളിനം. ആനച്ചന്തം എന്ന ശൈലിയുടെ ആശയം. ഓപ്ഷൻ സി ആണ് ഉത്തരം ആകപ്പാടെയുള്ള ഭംഗി. താഴെ പറയുന്നതിൽ ശരിയായ പദം എടുത്തെഴുതുക. ഓപ്ഷൻ എ ആണ് ഉത്തരം ചൂടാമണി. താഴെ തന്നിരിക്കുന്ന ശൈലിയുടെ വിവർത്തനം എഴുതുക. ആഡിങ് ഫ്യൂവൽ ടു ദ ഫയർ. ഓപ്ഷൻ സി ആണ് ഉത്തരം എരുതിയിൽ എണ്ണ ഒഴിക്കുക. കവിയുടെ സ്ത്രീലിംഗ പദം ഏതാണ്? ഓപ്ഷൻ എ ആണ് ഉത്തരം കവയിത്രി. ഒറ്റ പദമാക്കുക വർഷം തോറും. ഓപ്ഷൻ ഡി ആണ് ഉത്തരം പ്രതിവർഷം. അനപത്യൻ എന്ന പദത്തിന്റെ അർത്ഥം. ഓപ്ഷൻ എ ആണ് ഉത്തരം സന്തതി ഇല്ലാത്തവൻ. താഴെ പറയുന്നതിൽ ശരിയായ പദം ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം കവയത്രി. താഴെ കൊടുത്തിരിക്കുന്നവയിൽ സലിംഗ ബഹുവചനം ഏതാണ്? ഓപ്ഷൻ സി ആണ് ഉത്തരം പുരുഷന്മാർ. ശ്ലോകത്തിൽ കഴിക്കുക എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? ഓപ്ഷൻ ബി ആണ് ഉത്തരം ചുരുക്കി പറയുക. പിഞ്ഞാണ വർണ്ണം ശരിയായി വിഗ്രഹിച്ചെഴുതുന്നത് എങ്ങനെയാണ്? ഓപ്ഷൻ ബി ആണ് ഉത്തരം പിഞ്ഞാണത്തിന്റെ വർണ്ണം. പുട്ട് ഔട്ട് എന്ന ശൈലിയുടെ അർത്ഥം. ഓപ്ഷൻ എ ആണ് ഉത്തരം അണയ്ക്കുക. താഴെ കൊടുത്തിരിക്കുന്നവരിൽ ദ്രൗണി ആരാണ്? ഓപ്ഷൻ ബി ആണ് ഉത്തരം അശ്വത്ഥാത്മാവ്. ചിന്മുദ്ര എന്ന പദം ശരിയായി പിരിച്ചെഴുതുന്നത് എങ്ങനെയാണ്? ഓപ്ഷൻ സി ആണ് ഉത്തരം ചിത് പ്ലസ് മുദ്ര. കേരള പാണിനി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് ആരാണ്? AR രാജരാജവർമ്മയാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ അക്ഷരത്തെറ്റുള്ള വാക്കേതാണ്? ഓപ്ഷൻ എ ആണ് ഉത്തരം വിശ്വസ്തൻ. വിപരീത പദം എഴുതുക. വിയോഗം. വിയോഗത്തിന്റെ വിപരീത പദം യോഗം. ഓപ്ഷൻ ബി യോഗം. ചുവടെ തന്നിരിക്കുന്നവയിൽ വിഹകം എന്നർത്ഥം വരുന്ന പദം ഏതാണ്? ഓപ്ഷൻ എ ആണ് ഉത്തരം ദിക്ക്. ചേർത്തെഴുതുക ദു പ്ലസ് ജനം. ഓപ്ഷൻ ഡി ആണ് ഉത്തരം ദുർജനം. ശരിയായ ജോഡി ഏത്? ഓപ്ഷൻ എ ആണ് ഉത്തരം മുഖം വദനം ആനന്ദം. എതിർലിംഗം എഴുതുക. ഭൃത്യ. ഭൃത്യയുടെ എതിർലിംഗം ഏതാണ്? ഭൃത്യൻ. ദൃഗ്വിജയം എന്ന പദത്തിനോട് യോജിക്കുന്നത് എഴുതുക. ഓപ്ഷൻ സി ആണ് ഉത്തരം മന്നവൻ. പിരിച്ചെഴുതുക അവൻ. അവൻ പിരിച്ചെഴുതുമ്പോൾ ഓപ്ഷൻ ഡി ആണ് ഉത്തരം അവ പ്ലസ് എൻ. ശരിയായ പദം എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. ഓപ്ഷൻ ബി ആണ് ഉത്തരം ആഖ്യാനം. കാലദേശങ്ങൾക്കനുസരിച്ച് ജീവിക്കണം എന്ന സൂചന നൽകുന്ന പഴഞ്ചൊല്ല് ഏതാണ്? ഓപ്ഷൻ സി ആണ് ഉത്തരം മിന്നുന്നതെല്ലാം പൊന്നല്ല. എവരി പോർട്ടർ പ്രൈസസ് ഹിസ് ഓൺ പോട്ട്. ശരിയായ പരിഭാഷ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം കുന്തം പോയാൽ കുടത്തിലും തപ്പണം. ശരിയായ രൂപം ഏത്? ഓപ്ഷൻ എ ആണ് ഉത്തരം കയ്യെഴുത്ത്. നെന്മണി എന്ന പദം പിരിച്ചെഴുതുക. ഓപ്ഷൻ ബി ആണ് ഉത്തരം നെല്ല് പ്ലസ് മണി. വ്യാകരണം അറിയുന്നവൻ എന്നതിന്റെ ഒറ്റ പദം ഏതാണ്? ഓപ്ഷൻ എ ആണ് ഉത്തരം വയാകരൺ. ചിലർ എന്ന പദം ഏത് വചനമാണ്? ഓപ്ഷൻ സി ആണ് ഉത്തരം അലിംഗ ബഹുവചനം. പല്ലവ പുടം വിഗ്രഹിച്ചെഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം പല്ലവത്തിന്റെ പുടം. സമാന പദം എഴുതുക. മഞ്ഞ്. മഞ്ഞിന്റെ സമാന പദം പ്രാലേയം. മാൻ എന്ന വാക്കിന്റെ പര്യായം ഏതാണ്? ഓപ്ഷൻ സി ആണ് ഉത്തരം ഏണം. ചേർത്തെഴുതുക ചാ പ്ലസ് ഉന്നു. ഓപ്ഷൻ എ ആണ് ഉത്തരം ചാകുന്നു. ശരിയായ വാക്യം ഏത്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം നന്നായി പഠിച്ചവരെല്ലാം ഉന്നത വിജയം നേടി. സുപ്രസിദ്ധം എന്ന പദത്തിന്റെ വിപരീതം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ബി ആണ് ഉത്തരം കുപ്രസിദ്ധം. 6 മലയാളികൾക്ക് 100 മലയാളം. അര മലയാളിക്കും ഒരു മലയാളം. ഒരു മലയാളിക്കും മലയാളമില്ല. കുറുക്കിക്കൊള്ളുന്ന ഈ വരികൾ ആരുടേതാണ്? കുഞ്ഞുണ്ണി മാഷിൻ്റെതാണ്. കേരള മോപ്പസാങ് എന്നറിയപ്പെടുന്ന എഴുത്തുകാരൻ ആരാണ്? തകഴി ശിവശങ്കരപ്പിള്ള. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ 2020 ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ച മലയാളത്തിലെ കഥാസമാഹാരം ഏതാണ്? വാഴ്ത്തപ്പെട്ട പൂച്ച. ചുവടെ നൽകിയിരിക്കുന്നവയിൽ നപുംസക ലിംഗത്തെ സൂചിപ്പിക്കുന്നത് ഏതാണ്? മേശയാണ്. മലയാളത്തോടൊപ്പം മറ്റേത് ഭാഷ കൂടി ചേർന്നതാണ് മണിപ്രവാളം രൂപപ്പെട്ടിട്ടുള്ളത്? ഓപ്ഷൻ സി ആണ് ഉത്തരം സംസ്കൃതം. കലാധരൻ എന്നതിന് സമാന പദം അല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ എ ആണ് ഉത്തരം രവി. ശ്രവണ നൈപുണ്യയുടെ വികാസനത്തിനായി ജിജ്ഞാസ ഉണർത്തുന്നതും രസകരവുമായ അനുഭവങ്ങൾ കുട്ടികൾക്ക് നൽകേണ്ടതാണ്. ഈ പ്രസ്താവനയോടുള്ള നിങ്ങളുടെ പ്രതികരണം എന്താണ്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം ശരിയാണ്. കൈകൊണ്ട് കീറുന്നതിനു വേണ്ടി വ്യത്യസ്ത വസ്തുക്കൾ കുട്ടികൾക്ക് നൽകുന്നത് ഏത് വികാസ മേഖലയുമായി ബന്ധപ്പെട്ട പ്രവർത്തനമാണ്? ഓപ്ഷൻ സി ആണ് ഉത്തരം ശാരീരിക ചാലക വികാസം.
ഇപ്പോൾ നിലവിലുള്ള ഭാഷാ പഠന രീതി ഏതെന്നാണ് നിങ്ങളുടെ അഭിപ്രായം? ഓപ്ഷൻ ബി ആണ് ഉത്തരം, ആശയ അവതരണ രീതി. ഭാഷയുമായി ബന്ധപ്പെട്ട പഠന പ്രക്രിയ നിരന്തര വിലയിരുത്തലിന്റെ ഭാഗമായി വിലയിരുത്തുമ്പോൾ പരിഗണിക്കേണ്ടുന്ന സൂചകങ്ങൾ ഏതെല്ലാമാണ്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. എ, ബി, സി എല്ലാം ഉത്തരമാണ്. ഓപ്ഷൻ എ, പഠന പ്രവർത്തനത്തിൽ പഠിതാവിന്റെ പങ്കാളിത്തം. ഓപ്ഷൻ ബി, ഭാഷയിലെ ഉള്ളടക്കപരമായ ധാരണ. ഓപ്ഷൻ സി, വിവിധ ഭാഷാ വ്യവഹാര രൂപങ്ങളിൽ പഠിതാവിന്റെ പ്രകടനം. അപ്പോൾ ഇത്രയും 50 ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ നോക്കിയിട്ടുള്ളത്. താങ്ക്സ് ഫോർ വാച്ചിങ്.